പൊയിനാച്ചി വിളക്കുമാടം വെങ്കിട്ടരമണ ക്ഷേത്രത്തിലെ പാരമ്പര്യേതര ട്രസ്റ്റിമാരുടെ നിയമനം മലബാർ ദേവസ്വം കമ്മീഷണർ കെ രവികുമാർ റദ്ദാക്കി. കഴിഞ്ഞ ഫെബ്രുവരി 2 ചേർന്ന മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷൻ ഏരിയ കമ്മിറ്റി യോഗമാണ് പാരമ്പര്യേതര ട്രസ്റ്റിമാരെ നിയമിച്ചത്. കരിച്ചേരി ഗംഗാധരൻ നായർ, എം അരുൺകുമാർ, വി പ്രസന്നൻ, കെ ശിവരാമൻ, കെ രവീന്ദ്രൻ നായർ എന്നിവരെയാണ് കഴിഞ്ഞ ഫെബ്രുവരി 2 ചേർന്ന മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷൻ ഏരിയ കമ്മിറ്റി യോഗം പാരമ്പര്യേതര ട്രസ്റ്റിമാരായി നിയമിച്ചത്. ഈ ഉത്തരവിനെതിരെ കൊളത്തൂർ കരിച്ചേരി കോവൽ കെ വി നാരായണൻ, കോവൽ പി രാമകൃഷ്ണൻ എന്നിവർ മലബാർ ദേവസ്വം ബോർഡ് സെക്രട്ടറി, കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ, പാരമ്പര്യേതര ട്രസ്റ്റിമാർ എന്നിവരെ എതിർകക്ഷികളാക്കി ഹൈക്കോടതിയിലും മലബാർ ദേവസ്വം ബോർഡിനും ഹർജി സമർപ്പിച്ചിരുന്നു. കോടതി ഉത്തരവ് പ്രകാരം പരാതിക്കാർ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് റിവിഷൻ ഹർജി നൽകുകയായിരുന്നു. ക്ഷേത്രാരാധനയിൽ വിശ്വാസികളും ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിയിലും പുരോഗതിയിലും തൽപരരും ക്ഷേത്രപ്രദേശത്തുള്ളവരും ക്ഷേത്ര പുരോഗതിക്ക് ആവശ്യമായ സംഘടനാ മികവുള്ളവരുമായവരിൽ നിന്ന് യോഗ്യരായവരെ കണ്ടെത്തി പുതിയ നിയമനം നടത്തണമെന്നാണ് കമ്മീഷണറുടെ ഉത്തരവ്. പണ്ടുകാലം മുതൽക്കേ നാട്ടുകാരുടെ കൂട്ടായ മേൽനോട്ടത്തിലുണ്ടായിരുന്ന ക്ഷേത്രം ഇടക്കാലത്ത് പ്രദേശത്തെ പ്രത്യേക സമുദായം കൈയടക്കുകയായിരുന്നുവെന്നും അവർ സ്ഥാപിത താൽപര്യത്തോടെയാണ് ക്ഷേത്രഭരണം നടത്തുന്നതെന്നും ഹർജിക്കാരിൽ ഒരാളായ കോവൽ പി രാമകൃഷ്ണൻ പറയുന്നു. ഉത്സവാനന്തരം വരവ് ചെലവ് കണക്ക് ചോദിക്കുമ്പോഴെല്ലാം തികച്ചും നിഷേധാത്മക നിലപാടാണ് അവർ സ്വീകരിക്കുന്നതെന്നും രാമകൃഷ്ണൻ പറയുന്നു. അപ്പോൾ അതിൽ ഞാൻ കഴിഞ്ഞ 2-3 വർഷം മുമ്പേ ഈ കമ്മിറ്റിയിൽ ആഘോഷ കമ്മിറ്റി അംഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ കണക്കുകളെല്ലാം അന്വേഷിക്കുമ്പോൾ ഇവർ കരിച്ചേരി കുടുംബത്തിലെ അന്നത്തെ ചെയർമാൻ കണക്കുകൾ ചോദിക്കുമ്പോൾ ഇത് നിൻ്റെ അപ്പൻ്റെതോ അല്ല എന്ന് പറഞ്ഞിട്ട് ഈ അവർ ഇതാക്കി. അന്ന് 18-20 പേരോ എക്സിക്യൂട്ടീവ് അംഗത്തിൽ ഞാൻ പുറത്തിലെ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. നായർ സമുദായത്തിലല്ലാത്ത 2 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഭൂരിപക്ഷമായിട്ട് അവർ കണക്കൊന്നും അവതരിപ്പിക്കാതെയും നമ്മൾ ആ കമ്മിറ്റിയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഇത് ഗവൺമെൻറ് അമ്പലമാണെന്നില്ല അർത്ഥത്തിൽ ട്രസ്റ്റി ബോർഡ് ക്ഷേത്രമാണെന്ന് ട്രസ്റ്റി ബോർഡിലേക്ക് നിരവധി തവണ ഈ ക്ഷേത്രത്തെ പറ്റിയിട്ട് ക്ഷേത്രത്തിൻ്റെ പേര് മാറ്റിയിട്ടാണ് ഇവിടെ പിരിവ് നടത്തിക്കൊണ്ടായിരുന്നു. മഹാവിഷ്ണുവെന്നും ആ പരാതി കൊടുത്തതിന് ശേഷം ശ്രീക്ഷേത്രമെന്നും പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പിരിവ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1 മാസത്തിനകം ഇതെടുത്ത് കളഞ്ഞിട്ട് ഇതുവരെ അതിൻ്റെ ഒരു അന്വേഷണം നടത്തിയിട്ട് ഒരു പുതിയ ഈ ക്ഷേത്ര ഭരണത്തെ പറ്റിയിട്ട് നടത്താൻ വേണ്ടി കമ്മീഷണറോ അസിസ്റ്റന്റ് കമ്മീഷണറോ ഇതുവരെ നടപടി സ്വീകരിച്ചില്ല. ഓർഡർ മാത്രമേ ഉള്ളൂ. പഴയ ചെയർമാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വരവ് എല്ലായിടത്ത് പോകുന്നതല്ലാണ്ട് വേറെ മേൽശാന്തിയോട് മേൽശാന്തി അന്വേഷിച്ച് പറഞ്ഞു എനിക്ക് ശമ്പളം തന്നിട്ടില്ല, അവർ പൈസ എടുത്ത് പോകുന്നതാണ് മേൽശാന്തി ഇപ്പോൾ നമ്മളോട് പറയുന്നത്. നല്ല രീതിയിൽ വരുമാനമുള്ള ക്ഷേത്രത്തിൽ ഇന്ന് പേരിന് മാത്രമാണ് ചടങ്ങുകൾ നടക്കുന്നതെന്ന ആക്ഷേപവുമുണ്ട്. നാട്ടുകാരുടെ പങ്കാളിത്തം കുറഞ്ഞതോടെ വരുമാനമെല്ലാം സമയാസമയം എടുത്തുകൊണ്ടു പോകുക മാത്രമേ കാലങ്ങളായി പാരമ്പര്യേതര ട്രസ്റ്റിമാർ ചെയ്യാറുള്ളൂ. ക്ഷേത്ര പൂജാരിക്ക് പോലും പ്രതിഫലം നൽകാത്ത സാഹചര്യത്തിലാണ് കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്. എല്ലാ സമുദായങ്ങളുടെയും പൊതുതാൽപര്യം മാനിക്കണമെന്നും ഉത്തരവ് കൈപ്പറ്റി 1 മാസത്തിനകം നേരായ അന്വേഷണം നടത്തി നിയമിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്.